സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ബഹിരാഷ്ട്ര കുത്തുകൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കി അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ചെറുകിട മേഖല ഉന്മൂലനം ചെയ്യുന്ന ഒരു നയമാണ് ഇപ്പോൾ ഇവിടുത്തെ സർക്കാരുകൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിനോ കേരള സർക്കാരിനോ എന്നൊന്നുമില്ല. ഇപ്പോൾ ചെറുകിട വ്യാപാര മേഖല തകർന്നാൽ ഗ്രാമങ്ങളെല്ലാം ശവപ്പറമ്പ് തുല്യമായി മാറുന്ന രീതിയിലുള്ള അതിദയനീയവും അതിഭീകരമായ ഒരു അവസ്ഥയിലായിട്ടാണ് നമ്മൾ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, ആയിരക്കണക്കിന് കടകൾ, നിലവിലുള്ള ആയിരക്കണക്കിന് കടകൾ പൂട്ടപ്പെട്ടു പോയിരിക്കുകയാണ്. എത്ര വ്യാപാരിക്ക് ലക്ഷങ്ങൾ നഷ്ടങ്ങൾ സഹിച്ച് നഷ്ടം വരുത്തിക്കൊണ്ടാണ് ഓരോ കടകളും പൂട്ടപ്പെടുന്നത്, ഒരുപാട് ബാധ്യതയും ഒക്കെ ആയിട്ട്. നിലവിൽ ഗ്രാമീണ മേഖല കച്ചവടക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു 10% കച്ചവടക്കാർ ലാഭത്തിലും കുഴപ്പമില്ലാതെ നന്നായി ഒക്കെ പോകുന്നുണ്ട്. ബാക്കി ഒരു 10% കച്ചവടക്കാർ അവരുടെ കൂലി മാത്രം ലഭിച്ചു പോകുന്നു. ബാക്കിയുള്ള 80% കച്ചവടക്കാരും അവർ ലോസിലാണ്, നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ നീതി കൊടുക്കുന്നത് നമ്മുടെ ചെറുകിട വ്യാപാര മേഖലയാണ്. 5000 കോടിയോളം നീതി കൊടുത്ത് സർക്കാരിനെ താങ്ങി നിർത്തുന്നത് ഇവിടുത്തെ ചെറുകിട വ്യാപാരികളാണ്. ഇത് മനസ്സിലാക്കാതെ ഈ ചെറുകിട വ്യാപാരികളും ചെറുകിട കർഷകരെ, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് ചെറുകിട കർഷകരും ചെറുകിട വ്യാപാരികളും. ഇവരെ ദ്രോഹിച്ച് ഇവിടുത്തെ എല്ലാ വ്യവസായങ്ങളും പൂട്ടാമെന്നാണ് സർക്കാർ ധരിച്ചിരിക്കുന്നതെങ്കിൽ ഈ കേരളത്തെ അതിശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്കറിയാം, ഐതിഹാസികമായ സമര പരിപാടികൾ നടത്തി എല്ലാ സമരങ്ങളും വിജയിച്ച ഒരു സംഘടനയാണ് ഏകോപന സമിതി. ഈ ഏകോപന സമിതി ഒന്ന് ഞൊടിച്ചാൽ ഈ കേരളം നാളെ നിശ്ചലമാകും. നിങ്ങൾക്കറിയാം, നിരവധി സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ സമരങ്ങളെല്ലാം നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വീണ്ടും വീണ്ടും നമ്മളെ ദ്രോഹിക്കാനാണ് സർക്കാരിന് നീക്കമെങ്കിൽ നമ്മൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകും എന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ഈ ഒരു താക്കീത് കണ്ട് ഇവർ പഠിക്കണം. കാരണം അനന്തപുരിയിൽ ഇരിക്കുന്നവർക്കറിയില്ല നമ്മുടെ സാധാരണ കർഷകരുടെ സാധാരണ വ്യവസായികളുടെ ചെറുകിട വ്യാപാരികളുടെ വിഷമം ഇവർക്കറിയില്ല. വ്യവസായ സൗഹൃദമാണെന്ന് നമ്മൾ എപ്പോഴും വീമ്പിളക്കുമ്പോഴും ഇവിടെ ഒരു വ്യാപാരി ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് ഒരു കട തുടങ്ങുന്ന ഒരു ലൈസൻസ് കിട്ടാൻ എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം. എത്ര ആൾക്കാർ ഇവിടെ ആത്മഹത്യ ചെയ്തു, എത്രയോ ചെറുകിട വ്യവസായം തുടങ്ങാൻ ആരംഭിച്ച പലരും ഇവിടെ ആത്മഹത്യ ചെയ്തു. നിങ്ങൾക്കറിയാം. ഈ ഒരു സാഹചര്യം മാറ്റി ഇതിനെ വ്യവസായ സൗഹൃദമാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ സമരം വേറെ സൂചനയായിരിക്കും. ഈ സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരപരിപാടികളും അത് ഏത് രീതിയിലേക്ക് പോകും. എപ്പോഴും നമ്മൾ വ്യാപാരികൾ ഗാന്ധിമാർഗം മാത്രം വിചാരിച്ച് ഇവിടെ സമരം ചെയ്യുമെന്ന് ഓരോ അധികാരികളും വിചാരിക്കേണ്ട.